ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗോതമ്പ് വെച്ച് ഇലയട ഉണ്ടാക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യമായ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്യാം. ചപ്പാത്തിയേക്കാൾ ലൂസായിട്ട് കയ്യിലിങ്ങനെ ഒട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിൽ 1 കപ്പ് തേങ്ങ, 1/4 കപ്പ് ശർക്കര പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ ജീരകവും 3 ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടി ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ പീസ് വാഴയില നല്ല കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ മാവ് പരത്താം. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ ഒന്ന് നനച്ചിട്ട് കുറച്ച് മാവെടുത്ത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് കൈ ഒന്ന് നനയ്ക്കുന്നത്. കൈ വീണ്ടും ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഈ തേങ്ങ വയ്ക്കാം. ഇനി നമുക്ക് ഇലയൊന്ന് മടക്കാം. ഞാനിവിടെ ഫ്രോസൺ വാഴയിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് വാഴയിലയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇതുപോലെ തന്നെ നമുക്കിനി അടുത്ത വാഴയിൽ മാവ് വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ആ മാവ് മുഴുവൻ ഇങ്ങനെ ഇല പരത്തിയിട്ട് തേങ്ങ അതിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീമർ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഈ അടയെല്ലാം അതിനകത്ത് എടുത്ത് വെക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.